ഹലോ ഓൾ, ഇപ്പോൾ ടൈമേ 11 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ഞങ്ങളെല്ലാം ചെറിയ ചെറിയ തിരക്കാണ്. നാളെയാണ് തിരുവോണം. അന്നേരം ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഇതെല്ലാം വൃത്തിയാക്കാനുള്ളത് കണ്ടോ. ഞങ്ങൾ പൂ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് അച്ഛനും അമ്മയും പൂവൊക്കെ വാങ്ങി വീട്ടിലെത്തിയത്. കണ്ടോ, നിങ്ങളെല്ലാം ക്ലീനിങ് ആണ് കേട്ടോ. അത് മുറിക്കണം. കുറച്ച് റോസ് നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട്, പിന്നെ അധികം വിരിയാത്തത്. ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്. വൈറ്റ് ഫ്ലവർ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടോ കേട്ടാ. ഹൈനു നല്ല ഉറക്കാണ് കേട്ടാ. അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുവാണ്. മാമിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ നമ്മളെ. ഇതുണ്ടോ എന്ത് വലിയ പൂവാന്ന് നോക്കി. പിന്നെ ഒരു കയ്യിൽ ഫുള്ളുണ്ട്, എൻ്റെ ഒരു കൈ ഫുള്ളുണ്ട്. പൂ കയ്യിൽ നിന്ന് താഴെ പോയി. ഇതിൻ്റെ അതിൻ്റെ ഞെടുപ്പൊന്നും കാണാൻ തന്നെ ഇല്ല, ഒളിച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ. നന്ദുകുട്ടി ഇവിടെ ഹെൽപ്പ് ചെയ്യാണേ. ശ്രീഷ ഉണ്ട് കേട്ടോ, ഹെൽപ്പർ ശ്രീഷ. കണ്ടോ നല്ല രസമില്ലേ കാണാൻ. റോസ് പെറ്റൽസ് എന്തായാലും നിങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ നമുക്കും കൂടെ ഒരു കറക്റ്റ്. നമ്മൾ ഏകദേശം പൂവൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇതങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചാണ്. വെള്ള കുറവേ കിട്ടിയിട്ടോ കേട്ടോ ഇപ്രാവശ്യം. ഇനി ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യണം. അതിനു വേണ്ടി പരിപാടി. ശ്രീഷൊക്കെ ടയേർഡായി. ഇപ്പോൾ ടൈം എത്രയായെന്നറിയോ? ടൈം ഏകദേശം 12:30 കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി. ഏകദേശം ഇപ്പോൾ ടൈം നോക്കട്ടെ. ടൈം ഒരു ഏകദേശം 12:48 ആയി. 1 മണി ആവാറായി കേട്ടോ. നല്ല വിശപ്പായിട്ടുണ്ട്. ഹൈനൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അന്നേരം ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. ഇനി എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കായിരുന്നു. അന്നേരം എല്ലാവരും വെയിറ്റിംഗ് ആണ്. കണ്ടോ, രാവിലെ കുളിച്ചൊരുങ്ങി പൂവൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാവേ. അന്നേരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് സദ്യയൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പരിപാടി? ഹായ് ഹായ്.
അപ്പടം വേണം. നിങ്ങളിരുന്നോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ അമ്മയും മക്കളോട് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അമ്മയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കുന്നതായിരുന്നില്ലേ വിളമ്പിക്കോ അപ്പൂപ്പനെ എവിടെയെങ്കിലും ജയിലിൽ സാധനമായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് ടയേർഡായിട്ടിരിക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുംഭകർണന്മാരെല്ലാം വയറ് വീർത്തിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങാം, പക്ഷേ ഹൈനും ഉറങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. ഹൈനു നന്ദൂട്ടിൻ്റെ ഇവിടുന്ന് ഓരോരോ ക്യൂട്ട്നെസ് ഇട്ട് വെതറി കളിക്കുകയാണ്. ഇവിടെ ഒരു പേരൊക്കെ കണ്ടിട്ട് പറിച്ചു കേട്ടോ. ഞങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി പോകണം. ഇത് അബിക്കുട്ടനാട്ടാ, അവൻ ഭയങ്കര ഷൈ ആണ്. വീഡിയോ എടുക്കുന്ന കണ്ടാടെ തന്നെ ഓന് കഴിച്ച് ഞങ്ങൾ ഫ്രീ ആയിരുന്ന ടൈമിലേ മാമ പറഞ്ഞു നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാം, ഓണമൊക്കെ അല്ലേ എല്ലാവരും ഒരുമിച്ച് വന്നല്ലേ. അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ പ്ലാൻ ആയിട്ടുണ്ട്. കുപ്പിയിൽ വെള്ളം നിറക്കാമെന്ന് വിചാരിച്ചു, അവർ ഗെയിമാണല്ലോ. പക്ഷെങ്കിൽ അത് നടക്കൂല. എന്താ വെച്ചാൽ കുപ്പി കാണുന്നില്ല, കുപ്പിയേ ഇല്ല ഇവിടെ. എല്ലാം പ്ലാസ്റ്റിക്കാർക്ക് കൊടുക്കുന്നില്ലേ. അന്നേരം വേറൊരു പരിപാടി ഉണ്ട്, ഗ്ലാസ് ആക്കി കേട്ടോ. അതിന് ഇവിടുന്ന് കളിക്കുന്ന ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അവിടെ 4 ഗ്ലാസും വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി 4 ബക്കറ്റ് ആക്കി കേട്ടോ. അച്ഛനെങ്ങനെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അതിനൊരു സന്തോഷം, അവനെ ഓടി നടക്കുന്നുണ്ട്. വെള്ളം എടുത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബക്കറ്റ് കൂടി വെള്ളം. അയ്യോ, അതിന് ചെറുതായിട്ടൊന്ന് മുട്ടുകുത്തി. ഇവരിവിടെ ഫോട്ടോ എടുക്കാനിരിക്കുന്നതാണേ. അങ്ങനെ അച്ഛൻ 4 ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹായ് പറ മൂമ്മേ. ആ ശ്രീശേരി 2ാമതാണ്, അന്തുട്ടി 3ാമത്. അറിയാലോ, ഇതിനല്ലേ ഈ ഒത്തുപിടിക്കുന്നത്. അപ്പോൾ വാശിയേറിയ ഒരു മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത ഓടേണ്ട കാര്യമില്ല, നടക്കുന്ന ആള് ജയിക്കും.
അപ്പച്ചി മാമി ഒന്നും കൂടി അടുത്തതും കൂടി എടുത്തോക്കെ ഇത് ഇപ്പുറത്തിതാ അത് അതേപോലെ തന്നെ അമ്മായിക്ക് സംഭവം ശിവ തന്നെയാ ഫസ്റ്റ്. ഇനി ശരിയാവില്ല. ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ഇതൊന്ന് വീഡിയോ പിടിച്ചേ. ഇഞ്ചോടിഞ്ച് ഒരു നെൽ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ശ്രീജ പോയത്. ശിവ വിജയിച്ചത്. ഇഞ്ചോടിഞ്ച് ഹൈന് പൂവണ്ട് കളിക്കാണ്. ശ്രീഷിയും ഹൈനും ഓണാഘോഷത്തിന് ഇത് തന്നെ. ഇത് 1ാം നമ്പർ ഫസ്റ്റാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഓരോ ഫുള്ള് തന്നെ ആയി പോയി. അയ്യോ അര പോലും ഇല്ല. മാമൻ സെക്കൻഡ്. ഇത് മദ്യം കഴിക്കുന്ന പോലെ അളവ് അതിന്റെ കറക്റ്റ് അളവിലാണ് ഇതെല്ലാം വന്നത്. എന്നാ കണ്ടുപിടിച്ചോ. ആ ഓട് മുന്നോട്ടേ ഇരിക്കാൻ പാടുള്ളൂ, ബാക്കോട്ട് ഇരിക്കാൻ പാടില്ലേ. നന്തൂട്ടി പോയി. ഓടിക്കോ. വടി സുന്ദരിക്ക് പൊട്ടുതൊട്ട്. ഇതാണ് സുന്ദരി. പേര് മുകളിൽ എഴുതി വെച്ചോണ്ട് പിന്നെ സംശയം ഉണ്ടാവും. കണ്ടോ, സുന്ദരിക്ക് പൊട്ടുതൊട. ശ്രീഷയാണ് ഈ സുന്ദരി. ഇതാ അതല്ല ഞാൻ
നേരത്തെ ഗെയിം ഫൗളായിട്ട് ആദ്യം കളിക്കുവാണേ. പേന വെച്ച് ചൊട്ട വെക്കാനാണ് തീരുമാനമായത്. പേന വെച്ച് മാർക്ക് ചെയ്യും. ഒരു പൊട്ട് വെച്ചിട്ട് പേന വെച്ച് മാർക്ക്. നന്ദൂട്ടി ഇന്ന് തൂക്കും. പെർഫെക്റ്റ്. ഏണേ എടാ ശ്രീശ മതിയടാ പാവടാ. നമ്മുടെ മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും നമ്മൾ പ്രൈസ് കൊടുക്കാൻ പോവുകയാണേ. അന്നേരം പ്രൈസ് സ്പോൺസേർഡ് ബൈ സുതിമാമൻ. പുള്ളി ഒരു റേഷൻ കട വ്യാപാരിയാണ്. എല്ലാ പൈസക്കാരനാണ്. പുള്ളി സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താ പൈസയാണോ അതോ ഗിഫ്റ്റാണോ നമുക്ക് നോക്കാം. പ്രൈസ് എന്താ നമുക്ക് നോക്കാം കേട്ടോ. എല്ലാരെയും പിടിക്കേ. ഹൈനിതാ നോക്കിയേ മണ്ണ് കളിക്കുന്നുണ്ട്. എനിക്ക് 2 പ്രൈസ് ഉണ്ട്. ശ്രീശക്ക് വിഷമമുണ്ട് കേട്ടോ. 3ാം സ്ഥാനത്തിന് ഗിഫ്റ്റ് ഇല്ല, പ്രൈസ് ഇല്ല. അതെ, സെക്കൻഡിന് പ്രൈസ് ഇല്ലെന്ന് പറഞ്ഞപ്പോ ശ്രീശ വിഷമിച്ചു. 1 ഗ്ലാസ് പായസം തരാം, പേടിക്കണ്ട. അതിനെ നോക്കിയേ ചെരുപ്പ് സമ്മാനദാനം. കുപ്പിയിൽ വെള്ളം നിറക്കൽ ഫസ്റ്റ് പ്രൈസ്. വെള്ളം നിറക്കൽ ഹരിതാ സൂരജ്. പോയി വാങ്ങിക്കോ. സമ്മാനം മാമന് ഹരിതക്ക് കൊടുക്കുന്നുണ്ടേ. ഫസ്റ്റ് പ്രൈസ് കുപ്പിയിൽ വെള്ളം നിറക്കൽ UP വിഭാഗം. കുപ്പിയിൽ വെള്ളം നിറക്കല്, പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടൽ ഷീബ. സുന്ദരീനെ കൊടുക്കുന്നുണ്ട് ഷീബക്ക്. കസേര കളി ശൈല.
വാ ഫസ്റ്റ് പ്രൈസ് വാ. ഇല്ല 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 അതൊന്നുമില്ല വാ വേഗം വാ. കസേര കളി. സുന്ദരിയുടെ മോൻ പറഞ്ഞു പോയേ കസേര കളിയല്ലേ. കസേര കളി കസേര കളി. ശൈല ഫസ്റ്റ് പ്രൈസ് കസേര കളി. കളിക്കാൻ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വൈറലായിട്ടുള്ളൊരു ഗെയിമില്ലേ, ഗ്ലാസ് ഇടയിലൂട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നത്, ആ ഒരു ഗെയിം കളിക്കാൻ വിചാരിച്ചു. നമ്മൾ തൽക്കാലം ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഹൈനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചെരുപ്പ് എടുത്ത് വെച്ചിട്ട്. പരിപാടി ഇതുകൊണ്ട് അവസാനിക്കുന്നതായിരിക്കും. ലാസ്റ്റത്തെ പരിപാടിയാണ്. മുട്ടായി ഒന്നും പറക്കുന്നില്ല, എല്ലാവരും ജല്ലി പറക്കിയിരുന്നോളൂ. ലാസ്റ്റ് ഐറ്റം ഒന്നും കൂടി കെട്ടി. ആ ഒരു കെട്ട്. ആ ചോളൊന്ന് തിരിച്ചു വിട്ടെ. പിടിക്കണ്ട അവള് പോട്ടെ. എടാ അല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അമ്മി. അതെ അതെ ഇനി പോയിക്കോട്ടെ. അല്ലല്ല ഒന്നും പറയണ്ട, പോയിക്കോട്ടെ. ഇല്ല ഔട്ടായി. പോയി ആണ് ഓണാക്കി അനൗൺസ്മെന്റ് ഒന്നുമില്ലേ? അനൗൺസ്മെന്റ് പറഞ്ഞില്ലേ ഫസ്റ്റ് പ്രൈസ് ഇതിന്റെ മത്സരം പരിപാടി തന്നെ. ആ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ സുധിമാമനും ഫാമിലിയും പോയി കേട്ടോ. അവർ പോയി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആവാറായേ. അവരൊക്കെ ഇറങ്ങി കേട്ടോ. ഒക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോ വന്നിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കാനൊക്കെ സമയമായതുകൊണ്ട് അവർ പോയി കേട്ടോ. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.